കർത്താവായ യേശു ക്രിസ്തു സർവ്വലോകത്തിൻ്റെയും പാപത്തിനു വേണ്ടിയാണ്. അത് വിശ്വസിക്കണം. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കണം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്ത യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായമാണല്ലോ. 5-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. സത്യദൈവത്തെ അറിയുവാനുള്ള ഒരു വിവേകം നമുക്ക് തന്നു എന്ന് പറയുമ്പോൾ, സത്യമല്ലാത്ത അനേക ദൈവങ്ങളുള്ള ഈ ലോകത്തിൽ നിന്നാണ് നമുക്ക് സത്യദൈവത്തെ അറിയുവാനുള്ള ഒരു വിവേകം ദൈവം തന്നത്. നമ്മളിവിടെ ശ്രദ്ധിക്കുമ്പോൾ, നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാവുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. കർത്താവായ യേശു ക്രിസ്തു സത്യദൈവം മാത്രമല്ല, അവൻ നിത്യജീവനും കൂടെയാകുന്നു. എന്നേക്കുമുള്ള ഒരു ജീവന്, നിത്യമായ ഒരു ജീവനുമാകുന്നു കർത്താവായ യേശു ക്രിസ്തു. ഈ 5-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ, ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. അപ്പോൾ ദൈവപുത്രൻ്റെ നാമത്തിൽ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. അതിനാണ് ഇത് നിങ്ങൾക്ക് എഴുതുന്നത്. ഇവിടെ 1-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ സത്യദൈവത്തെ അറിയുവാനുള്ള ഒരു വിവേകം എനിക്ക് ലഭിച്ചു എന്ന് പറയുവാൻ സാധിക്കത്തുള്ളൂ. 5-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. നമ്മളിപ്പോഴും പറയുന്നുണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്? അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. ദൈവത്തോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ പറയുക മാത്രമല്ല, അവൻ്റെ കൽപ്പനകൾ, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും പ്രമാണിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നതെന്ന് പറയുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, കാരാഗൃഹ പ്രമാണിയുടെ കാര്യം നമുക്കറിയാം. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ വാതിലൊക്കെ തുറന്നു, തടവുകാരുടെ ചങ്ങലകളൊക്കെ അഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ കാരാഗൃഹ പ്രമാണി ഉണർന്നു. നോക്കുമ്പോൾ കഥകളൊക്കെ തുറന്നു കിടക്കുകയാണ്. തടവുകാരൊക്കെ ഓടി രക്ഷപ്പെട്ട് കാണുമെന്ന് വിചാരിച്ച് കാരാഗൃഹ പ്രമാണി തന്നെത്താൻ കൊല്ലുവാൻ ശ്രമിക്കുകയാണ്. അത് കണ്ട പൗലോസും ശീലാസും അവനോട് പറയുന്നുണ്ട്, നിനക്കൊരു ദോഷവും നീ ചെയ്യരുത്, ഞങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോൾ വെളിച്ചം ചോദിച്ച് ഈ കാരാഗൃഹ പ്രമാണി പൗലോസിൻ്റെ ശീലാസിൻ്റെ അടുത്തേക്ക് വരികയാണ്. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വെളിച്ചം ചോദിച്ച് അകത്തേക്ക് വരുന്ന ഈ കാരാഗൃഹ പ്രമാണിക്ക് സത്യമായ വെളിച്ചമായ, ഈ യോഹന്നാൻ്റെ ഈ ലേഖനത്തിൽ ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ വെളിച്ചമായ ക്രിസ്തുവിനെ കൊടുക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് കാരാഗൃഹ പ്രമാണിയോട് പറയുന്നു. അങ്ങനെ വചനം പറയുന്നു. വചനം ഈ പൗലോസും ശീലാസും കാരാഗൃഹ പ്രമാണിയോട് പറയുമ്പോൾ അവനും അവൻ്റെ കുടുംബവും സ്നാനമേറ്റു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കൽപ്പനകളെ അവിടെ പ്രമാണിക്കുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചു, അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമ്പോഴാണ് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ വായിക്കൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൽപ്പനകൾ അനുസരിക്കണം. അങ്ങനെ കാരാഗൃഹ പ്രമാണി സ്നാനപ്പെടുവാനിടയായി തീർന്നു, ആ കൽപ്പന അനുസരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ കാരാഗൃഹ പ്രമാണി അവൻ്റെ വീടടക്കം ആനന്ദിച്ചു, അവരെല്ലാവരും സന്തോഷിക്കുവാനിടയായി തീർന്നു. രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു വന്ന, ഈ വെളിച്ചം അന്വേഷിച്ച് വന്ന ഈ കാരാഗൃഹ പ്രമാണിക്ക് കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ആ വെളിച്ചത്തെ, ദൈവം വെളിച്ചമാകുന്നു അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്ന് പറയുന്ന ആ യേശു ക്രിസ്തുവിനെ അവിടെ കാരാഗൃഹ പ്രമാണിക്ക് കാണിച്ചു കൊടുക്കാനിടയായി തീർന്നു. അങ്ങനെ അവർ വീടടക്കം ആനന്ദിക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇത് കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെയും സത്യദൈവത്തെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അതിനായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കണം. സത്യദൈവത്തെ അറിയുവാനുള്ള ഒരു വിവേകം നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരണം. കർത്താവായ യേശു ക്രിസ്തു സർവ്വലോകത്തിൻ്റെയും പാപത്തിനു വേണ്ടിയാണ്, ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായത്. സർവ്വ മനുഷ്യരുടെയും പാപപരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായത്. അത് വിശ്വസിക്കണം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ഇവിടെ എഴുതിയിരിക്കുന്നു, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ സത്യദൈവത്തെ അറിയുവാനുള്ള ഒരു വിവേകം എനിക്ക് ലഭിച്ചു എന്ന് പറയുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ സത്യദൈവത്തെ കണ്ടെത്തുവാൻ
ഇത് കേൾക്കുന്ന ഓരോരുത്തരും തയ്യാറാകണം. അതിനായി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കണം. അത് മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞ കൽപ്പനകളെല്ലാം പ്രമാണിക്കുക എന്നുള്ളതാണ്. കാരാഗൃഹ പ്രമാണി ചെയ്തതുപോലെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ് വചനം പറഞ്ഞപ്പോൾ അവൻ സ്നാനപ്പെടുവാൻ സമർപ്പിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ സമർപ്പിക്കപ്പെട്ട കാരാഗൃഹ പ്രമാണിയെ പോലെ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ദൈവത്തോടുള്ള സ്നേഹമെന്ന് പറയുന്നത് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണെന്ന് മനസ്സിലാക്കി കർത്താവായ യേശുക്രിസ്തു മാത്രം സത്യദൈവമെന്ന് അറിഞ്ഞ് ആ നിത്യജീവനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, ആ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലയളവിൽ നമ്മൾ ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇത് കേൾക്കുന്ന ആരും, ഈ വചനം കേൾക്കുന്ന ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിത്യജീവന് നിങ്ങൾ അവകാശികളായി തീരേണ്ടതിന് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, ആ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് സകല പാപങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിനായിട്ട് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുവാനാണ്.